നദീതീരത്ത് രണ്ട് മരങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പക്ഷി വന്ന് ആദ്യത്തെ മരത്തോട് ചോദിച്ചു, ഞാൻ മുട്ടയിടാൻ പോവുകയാണ്, മഴയും വരാനിരിക്കുകയാണ്, ഞാൻ നിന്റെ കൊമ്പത്ത് ഒരു കൂട് കൂട്ടിക്കോട്ടെ? മരം അത് നിരസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇല്ല, എന്റെ കൊമ്പിൽ കൂട് കൂട്ടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. പക്ഷിക്ക് വലിയ വിഷമമായി. അത് അടുത്ത മരത്തോട് പോയി ചോദ്യം ആവർത്തിച്ചു. ആ മരം പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ കൂട് കൂട്ടാൻ അനുവദിച്ചു. അങ്ങനെ പക്ഷി രണ്ടാമത്തെ മരത്തിൽ കൂട് കൂട്ടുകയും മുട്ടയിടുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം അതിശക്തമായ മഴയുണ്ടായി. ആദ്യത്തെ മരം കടപുഴകി വീഴുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പക്ഷി മരത്തിനോട് ചോദിച്ചു, എനിക്ക് അഭയം നൽകാതിരുന്നതിന്റെ ഫലം ഇപ്പോൾ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്നോട് എത്രമാത്രം സ്നേഹത്തിലാണ് ഒരു കൂട് വെക്കാൻ അപേക്ഷിച്ചത്, എന്നാൽ നീ അഹങ്കാരത്തിൽ അത് നിരസിച്ചു. നിന്റെ പാപത്തിന്റെ ഫലം ഇപ്പോൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പുഞ്ചിരിയോടെ ആ മരം പ്രതികരിച്ചു, ഞാൻ വാർദ്ധക്യത്തിലെത്തിയെന്നും എന്റെ വേരുകൾ ദുർബലമായെന്നും ഈ മഴക്കാലം കടന്നു പോകാൻ ഞാൻ ശക്തനല്ലെന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ കടപുഴകി വീഴുമ്പോൾ നിന്റെ മുട്ടകളും കൂടുമൊക്കെ വെള്ളത്തിലാകാതിരിക്കാനാണ് നീ കൂടുവെക്കാൻ അവസരം ചോദിച്ചപ്പോൾ ഞാൻ അത് നിരസിച്ചത്. ഇത് കേട്ട പക്ഷിക്ക് വലിയ സങ്കടമായി. അവൾ പശ്ചാത്താപത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ചിലപ്പോൾ ഇല്ല എന്ന മറുപടിയിലാണ് നമ്മുടെ നന്മ ഒളിഞ്ഞിരിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ സ്വന്തം ഭാഗം മാത്രം ചിന്തിക്കുന്നത് തെറ്റായ രീതിയാണ്. ഇത് കാളവണ്ടി യുഗത്തിൽ നടന്ന ഒരു കഥയാണ്. ഒരു കാളവണ്ടിക്കാരൻ ചന്തയ്ക്ക് പോകുമ്പോൾ ഒരു ചുമടുമായി പോകുന്ന മനുഷ്യനെ കണ്ടു. അലിവ് തോന്നിയ അയാൾ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ കാളവണ്ടിയിൽ കയറിക്കോളൂ, ഞാൻ അവിടെ ഇറക്കാം. അങ്ങനെ അയാൾ കാളവണ്ടിയിൽ കയറി ഒരല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കാളവണ്ടിക്കാരൻ ശ്രദ്ധിച്ചത്, ആ പാവം പിടിച്ച മനുഷ്യൻ ആ തലയിലുള്ള ചുമട് തന്റെ തലയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ കാളവണ്ടിക്കാരൻ അയാളോട് ചോദിച്ചു, എന്താണ് സുഹൃത്തെ, താങ്കൾ ആ ചുവട് താഴെ ഇറക്കി വെക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കാളകൾക്ക് എടുക്കാനാവുന്നതിലും കൂടുതൽ ഭാരമുണ്ട്, ഇതും കൂടി അവർ ചുമക്കണ്ട എന്ന് കരുതി. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ചുമലിലെ ഭാരങ്ങൾ, ചുമടുകൾ ഇറക്കി വെക്കാൻ ഒരുപാട് അവസരമുണ്ടായിട്ടും ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മുടെ തലയിൽ തന്നെ അത് ചുമന്നുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതമാകുന്ന യാത്രയിൽ ഒരുപാട് ചുമടുകൾ നാം എടുക്കേണ്ടി വരും. അത് ഇറക്കി വെക്കേണ്ട സമയത്ത് ഇറക്കി വെച്ചില്ലെങ്കിൽ നമ്മളെ അത് ക്ഷീണിപ്പിക്കും, നമ്മളെ അത് തകർക്കും. ഒരു നല്ല ചിന്ത. മഹാരാജാവിൻ്റെ വളർത്തുമൃഗ ശേഖരത്തിൽ മനോഹരമായ പഞ്ചവർണ്ണ തത്തയുണ്ടായിരുന്നു. മനോഹരമായ തൂവലുള്ള സംസാരിക്കുന്ന തത്തയെ രാജാവിന് വളരെ ഇഷ്ടമായിരുന്നു. അതിനെ പരിശീലിപ്പിച്ച് സ്വതന്ത്രമായി പറക്കാൻ രാജാവ് അനുവദിച്ചിരുന്നു. ഒരിക്കൽ തത്തയ്ക്ക് വഴിയിൽ കിടന്ന ഒരു പൊൻനാണയം കിട്ടി. നാണയം കൊത്തിയെടുത്ത് പക്ഷി രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലെത്തി ചിലയ്ക്കാൻ തുടങ്ങി. രാജാവിനേക്കാൾ എനിക്കാണ് സമ്പത്ത്, രാജാവിനേക്കാൾ എനിക്കാണ് സമ്പത്ത്. കുറേ നേരം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ഭടന്മാരെ വിട്ട് പക്ഷിയുടെ കൊക്കിൽ നിന്ന് ബലമായി നാണയം പിടിച്ചെടുത്തു. ഉടൻ പക്ഷി ട്യൂൺ മാറ്റി ചിലക്കൽ തുടങ്ങി. രാജാവ് പണം തട്ടിയെടുത്തു. രാജാവ് പൊൻപണം തട്ടിയെടുത്തേ. കുറച്ചു നേരം ഇത് കേട്ടപ്പോൾ രാജാവിന് നാണക്കേട് തോന്നി. രാജാവ് നാണയം തത്തയ്ക്ക് തിരിച്ച് എറിഞ്ഞു കൊടുത്തു. നാണയം കിട്ടിയ മാത്രയിൽ പക്ഷി മറ്റൊരു ടോണിൽ ചിലയ്ക്കാൻ തുടങ്ങി. രാജാവ് പേടിച്ച് പൊൻപണം തന്നേ, രാജാവ് പേടിച്ച് പൊൻപണം തന്നേ. പക്ഷിയുടെ ചപലമായ ചിലക്കലുകൾ കേട്ട് വശം കെട്ട രാജാവിന് അവസാനം അന്തപുരത്തിൽ പോയി ഒളിക്കേണ്ടി വന്നു.
വിവരം കെട്ടവന്മാരുടെ ചിലക്കലിന് മറുപടിയുമായി പോയാൽ മാനം പോകുക എന്നല്ലാതെ വിവരദോഷികളെ ബോധവൽക്കരിച്ച് നേരെയാക്കാൻ കഴിയുകയില്ല. അതാണ് ഈ കഥയുടെ ഗുണപാഠം. കടപ്പാട്. ഉദയവും അസ്തമയവും കാഴ്ചയിൽ ഒരുപോലെയല്ലേ? ഒറ്റനോട്ടത്തെ സ്ഥലകാല ബോധത്തിനപ്പുറം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ജീവിതത്തിലും ചിലതൊക്കെ അങ്ങനെയാണ്. പുതിയവർ പലരും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിലതിൻ്റെയൊക്കെ ഉദയമാണെന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കും. ഉദയമല്ല, ചില പ്രതീക്ഷകളുടെ അസ്തമയത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകും. കടപ്പാട്. ജീവിത മാതൃക. ഉപദേശം സർവത്ര ഉപദേശം. കേട്ടുകേട്ടൻ കാതുകൾ പൊട്ടി വ്രണമായി ഒലിക്കുന്നു. ഞാൻ തേടിയതെന്ത് ചുറ്റിലുമയലത്ത് ഞാൻ കണ്ടില്ല. ഒന്നിനെ പോലും മരുന്നിനെടുക്കാനായി. അത് ചെയ്യൂ, ഇത് ചെയ്യൂ പറയാൻ 1000 നാവുകൾ. ചെയ്യാനോ ജീവിച്ചിടാനോ ഒരൊറ്റ മാനവജാതിയുമില്ല. ഞാൻ തിരഞ്ഞുകൊണ്ടേയിരുന്നു. എൻ കാലുകൾ കഴയ്ക്കുവോളം എൻ തിരച്ചിലിൽ ഞാൻ കണ്ടത് ക്രിസ്തുവെ, ഗാന്ധിയെ, മഹാത്മാക്കളെ. ജീവനുള്ള ഒരു മാതൃകയ്ക്കായി വട്ടം കറങ്ങിയത് മിച്ചം. തീരുമാനിച്ചു ഞാൻ അന്ത്യത്തിൽ എന്നെ തന്നെ സ്വയം നന്നാക്കാൻ. ഉപദേശങ്ങളില്ല, ആജ്ഞാപനങ്ങളില്ല. ജീവിതം ജീവിച്ച് കാണിക്കുവാൻ മാതാപിതാക്കൾ എനിക്ക് മാതൃകയായാൽ ഈ ലോകം മുഴുവൻ എന്നേ ജയിച്ചു. രാജാവായിരുന്നിട്ടും പാവം ഈശോ. ജീവിത മാതൃക. ഉപദേശം. അകന്നുപോയ മാനസങ്ങളിൽ അധിക സ്നേഹം ചൊരിയണമേ. അഴലിലലയും മാനസങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നു, വിലവാങ്ങാത്ത നിങ്ങൾ വിൽക്കപ്പെട്ടു. പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ഏശയ്യാ 52:3. അകന്നുപോയ മാനസങ്ങളിൽ
അതിനാൽ വിധക്കാരന്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിന്റെ വചനം കേട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അതു ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. മത്തായി 13:18-23. അതിനാൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്നും ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ലൂക്ക 13:6-9. അവൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ